ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡാം പ്രൂഫ് കോഴ്സാണ്. സോ എന്താണ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് നോക്കാം. നമ്മളതിന് ഷോർട്ടായിട്ട് DPC എന്ന് പറയും. ദ ഡാം പ്രൂഫ് കോഴ്സ് ഈസ് ജനറലി അപ്ലൈഡ് അറ്റ് ബേസ്മെൻറ്റ് ലെവൽസ് വിച്ച് റെസ്ട്രിക്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് മോയ്സ്ചർ ത്രൂ വാൾസ് ആൻഡ് ഫ്ലോസ്. അപ്പോൾ അതായത് DPC നമ്മളെന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ബേസ്മെൻറ്റ് ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് വാൾസിലൂടെയും ഫ്ലോസിലൂടെയും ഉള്ളത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഫോർ DPC. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്താ, ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇംപെർവിയസ്. സെക്കൻഡ്, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആൻഡ് ഷുഡ് ബി capable of withstanding both dead as well as live loads without damages. It should be dimensionally stable. It should be free from delicate salts like sulfates, chlorates, nitrates. സോ സ്ട്രോങ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളുള്ള സോൾട്ടിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ഡാം പ്രൂഫ് കോഴ്സാണ്. ദ മെറ്റീരിയൽസ് കോമൺലി യൂസ് ടു ചെക്ക് ഡാംനെസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ദ ഫോളോയിങ് 3 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ വന്നിട്ട് ഫ്ലെക്സിബിൾ മെറ്റീരിയൽസ് ആണ്. ഫ്ലെക്സിബിളിൽ വരുന്നത് മെറ്റീരിയൽസ് ലൈക്ക് ബിറ്റുമിൻ, ഫെൽസ് വിച്ച് മേ ബി ഹെസിഷൻ, സ്റ്റോൺ ഫൈബർ, ഗ്ലാസ് ബേസ്ഡ്, പ്ലാസ്റ്റിക് ഷീറ്റിംഗ് എക്സെട്ര. സെക്കൻഡ് വരുന്നത് സെമി റിജിഡ് മെറ്റീരിയൽസ് ആണ്. അതിലേതാണ് വരുന്നത്, plastic, asphalt or a combination of materials or layers. തേർഡ് എന്താണ്, റിജിഡ് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽസ് ലൈക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സ്റ്റോൺസ്, സ്ലേറ്റ്, സിമെൻറ്റ്, കോൺക്രീറ്റ് എക്സെട്ര. അപ്പോൾ ഇത്രയാണ് ഡാം പ്രൂഫ് കോഴ്സ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സിലബസിൽ വരുന്നത് ഫിനിഷിംഗ് വർക്ക്സ് ആണ്. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് ഫിനിഷിംഗ് സെക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് സ്റ്റെപ്സ്, കുറച്ച് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് പ്ലാസ്റ്ററിങ് ആണ്. സോ എന്താണ് പ്ലാസ്റ്ററിങ്, കുറച്ച് അധികം ഉണ്ട്. നമുക്ക് എടുത്ത് പറയാനുള്ളത് പ്ലാസ്റ്ററിങ്ങും പോയിൻറ്റിങ്ങും ആണ്. അപ്പോൾ പ്ലാസ്റ്ററിങ് എന്താണ്, പ്ലാസ്റ്ററിങ് ഈസ് ദ മെത്തേഡ് ഓഫ് കവറിങ് റഫ് സർഫസ് ആൻഡ് അൺഈവൻ surface with plastic material known as plaster or mortar to achieve a uniform, smooth, regular, clear and durable surface. A mixture of lime or gypsum, sand and water, sometimes with fiber added to improve the adhesiveness, waterproof, termite resistance of walls and ceilings. നമ്മൾ വാൾസും കാര്യങ്ങളൊക്കെ തേക്കുകയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തിനാണെന്ന് യൂഷ്വലി നമുക്ക് അറിയായിരിക്കും. സോ എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്, നമ്മളൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു സർഫസ് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് അപ്പിയറൻസ് നമുക്ക് അത് ചെയ്താൽ തന്നെ കിട്ടും അല്ലേ. സോ ഫസ്റ്റ് വൺ അതാണ്. പിന്നെന്താ, പ്രൊട്ടക്റ്റിങ്, നമ്മൾ ബാക്കിയുള്ള ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഏജൻസിൻ്റെ അതിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മളത് കവറിങ്ങിലൂടെ നമുക്ക് കൊടുക്കുന്നത്. പിന്നെന്താ, ടു കവർ ദ യൂസ് ഓഫ് പോറസ് മെറ്റീരിയൽസ് ഓഫ് മാസൻട്രി വർക്ക്. നമ്മൾ മാസൻട്രി വർക്ക്സിലുള്ള കാര്യങ്ങൾ കവർ ചെയ്യാം. ഇപ്പോൾ കല്ലും കാര്യങ്ങളും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കവർ ചെയ്യാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെന്താ, ടു ഹൈഡ് ഫോൾട്ടി വർക്ക്മാൻഷിപ്പ്. പിന്നെന്താ, പ്രൊവൈഡ്സ് എ സാറ്റിസ്ഫാക്ടറി ബേസ് ഫോർ വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്. നമ്മളിപ്പോൾ വൈറ്റ് വാഷ് അല്ലെങ്കിൽ പെയിൻറ്റ് കാര്യങ്ങൾ ചെയ്യണേക്കാട്ടി മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ചുവർ തേച്ചിട്ടുണ്ടായിരിക്കും. അല്ലാത്തൊരു സർഫസിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് കോട്ടായിട്ടും നമ്മൾ ഇതിനെ എടുക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ചെയ്യണ പ്ലാസ്റ്റർ, ഏതൊക്കെ പ്ലാസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് യൂഷ്വലി നമുക്ക് എല്ലാവർക്കും ഫെമിലറൈസ് ആയിട്ടുള്ളത് ഒന്നാണ് സിമെൻറ്റ് പ്ലാസ്റ്റർ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യണ ഒന്നും കൂടിയാണ്. സിമെൻറ്റ് പ്ലാസ്റ്റർ ഈസ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആൻഡ് വാട്ടർ അപ്ലൈഡ് ടു മാസൻട്രി ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് ടു അക്വയർ എ സ്മൂത്ത് സർഫസ്. ഇൻറ്റീരിയർ സർഫസ് ആർ ഒക്കേഷണലി പ്രൊവൈഡഡ് വിത്ത് എ final layer of gypsum. Walls constructed with the bricks are usually plastered while bricks are not encountered. സോ നമുക്ക് പറയാൻ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സിമെൻറ്റ് എങ്ങനെയാണ് നമ്മളതിൽ മിക്സ്ചറായിട്ട് വരുന്നത്, സാൻഡ്, പോർട്ട്ലാൻഡ് സിമെൻറ്റ്, അതുപോലെ വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, മാസൻട്രി വാൾസിൽ യൂസ് ചെയ്ത് തേക്കും. സെക്കൻഡ് വൺ വന്നിട്ട് ക്ലേ പ്ലാസ്റ്റർ ആണ്. ദ സർഫസ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ദ സെയിം മാനർ ആസ് ഫോർ ലൈം പ്ലാസ്റ്റർ ഓർ സിമെൻറ്റ് പ്ലാസ്റ്റർ. യൂഷ്വലി ക്ലേ പ്ലാസ്റ്റേഴ്സ് ആർ അപ്ലൈഡ് ഇൻ 2 coats. The primary coat is 18 mm thick whereas the thickness of second coat is 6 mm. ഈ ക്ലേ പ്ലാസ്റ്റർ ആണ് നമ്മൾ ഈ കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 2 ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് വന്നിട്ടിൻ്റെ തിക്നെസ് 18 mm വേറസ് സെക്കൻഡ് കോട്ടിൻ്റെ വരുന്നത് ഏതാണ് 6 mm ആണ്. തേർഡ് വരുന്നത് ജിപ്സം പ്ലാസ്റ്റർ ആണ്. ജിപ്സം മെറ്റീരിയൽസ് ഈസ് വൈഡ്ലി യൂസ്ഡ് പ്ലാസ്റ്റർ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി മൈൻഡ് നാച്ചുറലി ഓർ പ്രൊഡ്യൂസ്ഡ് ആസ് ബൈ എ പ്രോഡക്റ്റ്. It is embroidered as an undercoat, finish coat, lime and cement have been largely replaced.
Alum and cleaning soap react chemically and seals the holes within the plasters. ഫോർത്ത് വരുന്നത് എന്താണ്? മഡ് പ്ലാസ്റ്റർ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ അത് അങ്ങനെ ഇല്ല. The surface to be plastered is prepared by the same ways as for the plaster of lime or cement. Usually clay plasters are applied in two coats. The first coat is 18 mm while the thickness of the second. ഇപ്പോൾ സോറി, അതിൽ നമ്മൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ക്ലേ പ്ലാസ്റ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. മഡ് പ്ലാസ്റ്ററിൽ എന്താണ്, മഡായിരിക്കും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ പോയിന്റ് ഡിലീറ്റ് ചെയ്യാം. സോ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ലൈം പ്ലാസ്റ്റർ ആണ്. നമ്മൾ എന്താ ലൈമും സാൻഡാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് നമുക്ക് ഫിനിഷിംഗ് വർക്ക്സിൽ പഠിക്കാനുള്ളതാണ് പോയിൻറ്റിങ്. പോയിൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടെക്നിക് ഓർ എ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് brick masonry or stone masonry mortar joints. When the existing mortar joints crack and disintegrate, then the damaged mortar is removed by hand or power tool and replaced with a fresh mortar or the same composition and the previous one. നമുക്കറിയാം നമ്മൾ എന്താ മാസൺറി സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ബിൽഡിങ്സ് എന്താണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നമ്മളവിടെ പ്രോപ്പറായിട്ട് ഗുഡ് അലൈൻമെൻറ്റിലായിരിക്കില്ല നടന്നിട്ടുണ്ടാവുക. സോ നമുക്ക് ചില കേസിൽ എന്ത് ചെയ്യും, നമുക്ക് പോയിൻറ്റിങ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ എന്തൊക്കെയാണ് പോയിൻറ്റിങ് എന്ന് നോക്കാം, ടൈപ്സ് നോക്കാം. ഫ്ലഷ് പോയിൻറ്റിങ്, വെതേർഡ് പോയിൻറ്റിങ്, കീഡ് പോയിൻറ്റിങ് ഓർ ഗ്രൂവ്ഡ് പോയിൻറ്റിങ്, വി പോയിൻറ്റിങ്, ബെഡഡ് പോയിൻറ്റിങ്, സ്ട്രക്ക് പോയിൻറ്റിങ്, റിസസ്ഡ് പോയിൻറ്റിങ്, ടക്ക് പോയിൻറ്റിങ്. സോ ഫസ്റ്റ് വന്നിട്ട് എന്താണ്, ഫ്ലഷ് പോയിൻറ്റിങ് ആണ്. ഫിഗർ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. So in flush pointing, the mortar is pressed hard into the racked joints and finishing off flush with the edge of the structural masonry units. It gives a smooth appearance. Later these edges are neatly trimmed off with a trowel and straight edge. Flush point is more durable because it does not allow any professional space for water, dust, etc. For this reason flush pointing is widely adopted. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്ത സ്റ്റോൺസ് മാസൺറിയിൽ അവിടെ എന്ത് ചെയ്യും, കറക്റ്റ് ലെവലിലോ അലൈൻമെൻറ്റിലോ ഒന്നും ആവില്ല. സോ നമ്മൾ അവിടെ ഫ്ലഷ് പോയിൻ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഒരു ഗുഡ് സ്മൂത്ത് സർഫേസ് കൊടുക്കും. അതുപോലെ ഹോൾസ് കാര്യങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ വാട്ടറിങ്ങിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡസ്റ്റിൻ്റെ എൻട്രിയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സെക്കൻഡ് വരുന്നത് വെതേർഡ് പോയിൻറ്റിംഗ് ആണ്. അപ്പോൾ വെതേർഡ് പോയിൻറ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് പോയിൻറ്റിംഗ് ഇൻ വിച്ച് ദ മോർട്ടാർ ഈസ് pressed into joints and while the mortar is still fresh the top of the joint is neatly pressed back about 9 to 6 mm with the help of a pointing tool. ഒരു പോയിൻറ്റിംഗ് ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെതേർഡ് ചെയ്യണം. നമ്മൾ മോർട്ടാർ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് കീഡ് പോയിൻറ്റിംഗ് ഓർ ഗ്രൂവ്ഡ് പോയിൻറ്റിംഗ്. ഗ്രൂവ്ഡ് പോയിൻറ്റിംഗ് എന്നും ഇതിനെ പറയും. കീഡ് പോയിൻറ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് പോയിൻറ്റിംഗ് ഇൻ വിച്ച് ദ മോർട്ടാർ ഈസ് പ്രസ്ഡ് ഇൻ ടു ജോയിൻറ്റ്സ് ബൈ എ ഷാർപ്പ് ട്രവൽ ആൻഡ് ഫിനിഷിങ് ഇറ്റ് വിത്ത് ദ ഫേസ് ഓഫ് മാസൺറി സർഫസ്. നമ്മൾ ട്രവൽ യൂസ് ചെയ്തിട്ട് അത് ഷാർപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, സുപ്പീരിയർ വർക്ക്സിനൊക്കെ ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ജോയിൻസിനൊക്കെയാണ് നമ്മളിത് നോക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വി ഗ്രൂവ്ഡ് പോയിൻറ്റിംഗ് ആണ്. സോ വി പോയിൻറ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് പോയിൻറ്റിംഗ് ഇൻ വിച്ച് ദ മോർട്ടാർ ഈസ് പ്രസ്ഡ് ഇൻ മാസൺറി ജോയിൻറ്റ്സ് ആൻഡ് വിത്ത് എ ഹെൽപ്പ് ഓഫ് വി ഷേപ്ഡ് ടൂൾ എ ഗ്രൂവ് ഈസ് മെയ്ഡ്. എ വി പോയിൻറ്റിംഗ് ഈസ് സിമിലർ ടു കീഡ് പോയിൻറ്റിംഗ്, ഓൺലി എ ഡിഫറൻസ് ഇൻ ദ ഷേപ്പ് ഓഫ് പോയിൻറ്റിംഗ്. അതായത് നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വി ടൂൾ യൂസ് ചെയ്തിട്ട്. സോ അവിടെ എന്തുണ്ടാവുന്ന പറയുന്നത്, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരു കീ പോയിൻറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഇത് കീ പോയിൻറ്റിങ്ങിന് സിമിലർ ആണ്, പക്ഷേ ഷേപ്പിൽ എന്ത് ചെയ്യും, ഒരു വ്യത്യാസമുണ്ട്. ഒരു ഗ്രൂവ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, വി ഷേപ്പ് ഗ്രൂവ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫിഗർ കാണുമ്പോൾ കാണാൻ നിങ്ങൾക്ക് സെൻറ്ററിൽ കണ്ട ഒരു വി ഷേപ്പിൽ ഗ്രൂവ് ഫോം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വന്നിട്ട് പറയുന്നത് ബെഡഡ് പോയിൻറ്റിംഗ് ആണ്. Bedded pointing is a type of pointing in which the mortar is pressed into masonry joints and grooves are made in the concave shape by using a steel rod with a concave shape. നമ്മളൊരു സ്റ്റീൽ റോഡ് വെച്ചിട്ട് ഒരു കോൺകേവ് ഷേപ്പിൽ എന്ത് ചെയ്തെടുക്കുകയാണ്, പോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ഇതിൽ. സോ നമ്മൾ എന്താ പറയണത്, നല്ലൊരു ഗുഡ് അപ്പിയറൻസ് ഇത് തരും. പിന്നെന്താ, ബട്ട് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ലൈക്ക് ടു ഗെറ്റ് ഡാമേജ്, പെട്ടെന്ന് ഡാമേജ് ചെയ്യാനും ചാൻസ് ഉണ്ട്.
നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ക് പോയിൻറ്റിംഗ് ആണ്. സ്ട്രക്ക് പോയിൻറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ഫ്ലഷ് പോയിൻറ്റ്. ഇത് ഫ്ലഷ് പോയിൻറ്റിൻ്റെ ഒരു മോഡിഫൈഡ് പാർട്ടാണ്. ഇവിടെ എന്താ മോട്ടാർ എന്ത് ചെയ്യും, മാസൺറി ജോയിൻസിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇൻസൈഡ് ഒരു 10 mm ഇൻക്ലൈൻഡ് ഷേപ്പ്, ഒരു ഇൻക്ലൈൻഡ് ഷേപ്പിൽ സെൻറ്ററിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ലോപ്പ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, ടോപ്പ് ടു ബോട്ടം. അപ്പോൾ അതെന്തിനാണ്, നമ്മൾ റെയിൻ വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാനത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, റിസസ്റ്റ് പോയിൻറ്റിങ് ആണ്. എന്താണ്, നമ്മളിവിടെ മോട്ടാർ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്, ബാക്കിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 5 mm ആണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലും. അപ്പോൾ എന്താ, ബിൽഡിങ്സ് വാൾസും നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊന്നും അതത്ര നല്ലതല്ല. അതുപോലെ തന്നെ നമ്മൾ റെയിൻ വാട്ടറൊന്നും ഇത് ഡ്രെയിൻ ചെയ്യാൻ അത്ര ഹെൽപ്ഫുൾ അല്ല. പിന്നെ എന്താ പറയണത്, ഫിനിഷ്ഡ് ഫേസ് ഓഫ് ദ പോയിൻറ്റിംഗ് മോട്ടാർ ഈസ് കെപ്റ്റ് ബാക്ക് 5 mm ഫ്രം ദി എഡ്ജ്. The end result of recessed pointing give a good appearance. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ടക്ക് പോയിൻറ്റിംഗ് ആണ്. ടക്ക് പോയിൻറ്റിങ്ങിൽ എന്താണ് വരുന്നത്, ദ മോട്ടാർ ഈസ് ഫിൽഡ് ആൻഡ് പ്രസ്ഡ് ഇൻ ടു മാസൺറി ജോയിൻറ്റ്സ് ആൻഡ് ഫ്ലഷിംഗ് വിത്ത് ദ ഫേസ്. While the mortar is still fresh, a groove or narrow channel is created in the center of the groove with 5 mm width and 3 mm depth. അപ്പോൾ എന്താ പറയണത്, ഒരു മോട്ടാർ നമ്മൾ ഫില്ല് ചെയ്യുക, അതുപോലെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ പറയണത് നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു ഗ്രൂവ് ഓർ വൈൽ ദ മോട്ടാർ ഈസ് സ്റ്റിൽ ഫ്രഷ്, എ ഗ്രൂവ് ഓർ നാരോ ചാനൽ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദി ഗ്രൂവ്. അപ്പോൾ നമുക്ക് ആ ഫിഗർ നോക്കി കാണാം, 5 mm വിഡ്ത്തും 3 mm ഡെപ്തിലും. സോ ദ ഗ്രൂവ് ഈസ് ലേറ്റർ ഫിൽഡ് വിത്ത് വൈൻ സിമെൻറ്റ് പുട്ടി വിച്ച് ഈസ് കെപ്റ്റ് ടുവാർഡ്സ് ദ ഫേസ് ഓഫ് ദി ജോയിൻറ്റ് ബൈ 3 mm. നമ്മൾ ആ ഗ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഇഫ് ദ പ്രൊജക്ഷൻ ഈസ് ഡൺ ഇൻ എ മോട്ടാർ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് പോയിൻറ്റിംഗ് ഓർ ഹാഫ് ടക്ക് പോയിൻറ്റിംഗ് എന്ന് നമ്മളിതിനെ പറയും. അപ്പോൾ നമ്മൾ ആ ഒരു ഫില്ല് ചെയ്ത ആ ഒരു പ്രൊജക്ഷൻ പോയിൻറ്റിനെ. സോ നെക്സ്റ്റ് നമ്മൾ പറയണത് നമ്മൾ പോയിൻറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മളെന്താ, റെയിൻ വാട്ടർ നമ്മളെല്ലാ കാര്യങ്ങളിലും പറഞ്ഞു ട്രെയിനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. സോ എന്താ, എക്സ്റ്റേണൽ വാൾസിനെ റെയിൻ വാട്ടറിന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ എന്താ, ഓവറോൾ ബിൽഡിംഗ് അപ്പിയറൻസ് നല്ലൊരു ഗുഡ് അപ്പിയറൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഓൺ ഗോയിങ് ബ്രിക്ക് വർക്ക് മെയിൻ്റനൻസ് വർക്ക്സൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി അച്ചീവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇതൊക്കെ ഉണ്ടായി തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ എന്ത് ചെയ്യും, വാല്യൂ ഓൾറെഡി ഇൻക്രീസ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മളെ ഫിനിഷിംഗ് വർക്ക്സിൽ. ഇനിയും ഉണ്ട് നിങ്ങൾക്ക് സിലബസിൽ എടുത്ത് പറയുന്നത് പ്ലാസ്റ്ററിങ്ങും പോയിൻറ്റിങ്ങും ആണ്. സോ ഇതൊക്കെയാണ് ഫിനിഷിംഗ് വർക്ക്സിൽ വരുന്നത്.